വോയേജറാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ്. അത് 2000 കോടി കിലോമീറ്ററോളം ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. മണിക്കൂറിൽ 40,000 കിലോമീറ്റർ എന്ന അതിതീവ്രമായ വേഗതയിലൂടെ തുടർച്ചയായ 40 വർഷം സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ഈ പേടകങ്ങൾ ഹീലിയോസ്ഫിയറിന്റെ വെളിയിലേക്ക് എത്തപ്പെട്ടത്. ഇതേ വേഗതയിൽ തന്നെ ഇത് തുടർന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഇനിയൊരു 80,000 വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. പറഞ്ഞു വരുന്നത് നിലവിലുള്ള റോക്കറ്റ് പ്രൊപ്പൽഷൻ ടെക്നോളജികളുടെ അപര്യാപ്തതയെക്കുറിച്ചാണ്. അതൊന്നും ഉപയോഗിച്ച് നമുക്ക് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്നും അടുത്ത നക്ഷത്രത്തിന്റെ സോളാർ സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അവിടെയാണ് UCSB നേതൃത്വം നൽകുന്ന എനർജി റിസർച്ച് പ്രോഗ്രാം വേറിട്ട് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊപ്പല്ലന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് പ്രകാശത്തെയാണ്. ഗവേഷകനായ ലൂബിൻസ് നേതൃത്വം നൽകുന്ന ഈ ടീം വികസിപ്പിച്ചെടുക്കുന്നത് വളരെയധികം ഭാരക്കുറവുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. ആ സ്പേസ് ക്രാഫ്റ്റിനെ നിലവിലുള്ള ലേസർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രകാശത്തിന്റെ വേഗതയുടെ 20 മുതൽ 30% വേഗതയിൽ നമുക്ക് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അയക്കാവുന്നതാണ്. ശക്തമായ ലേസർ ബീം സൃഷ്ടിക്കുന്ന ലേസർ പ്രൊപ്പൽഷൻ സ്റ്റേഷൻ നമ്മുടെ ഭൂമിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. അത് കാരണം സൃഷ്ടിക്കപ്പെടുന്ന ലേസർ ബീമിന്റെ തുമ്പത്തായിരിക്കും ഈ സ്പേസ് ക്രാഫ്റ്റ് നിലയുറപ്പിക്കുക. ബീം മുന്നോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് ഈ പേടകവും മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പേടകം നല്ല രീതിയിൽ പരന്ന ഒരു പേടകമാണ്. ശക്തമായ കോസ്മിക് റേഡിയേഷനെയും സോളാർ റേഡിയേഷനെയും ഒക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി ഇതിന് ചുറ്റുമായി ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് മനുഷ്യരെ ഈ പേടകത്തിലേറ്റി ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അയക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നിലവിലുള്ള ലേസർ സാങ്കേതികവിദ്യ കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് സാധ്യമായേക്കും. അങ്ങനെയാണെങ്കിൽ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് മാത്രമല്ല നമ്മുടെ സൗരയൂഥത്തിലുള്ള പല ഗ്രഹങ്ങളിലേക്കും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ചൊവ്വാഗ്രഹത്തിലേക്ക് എത്തിപ്പെടാനും അവിടെ നിന്ന് തിരികെ ഭൂമിയിലേക്ക് എത്താനും 1 മാസം മാത്രം മതിയാകും. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേഫർ ക്രാഫ്റ്റ് 1 മണിക്കൂറിൽ 16 കോടി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 20 വർഷം മാത്രം മതിയാകും ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയിലേക്ക് എത്തിച്ചേരാൻ. UCയിൽ ഇപ്പോൾ നടക്കുന്ന പഠനങ്ങൾ ഗ്രാം ലെവലിലോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഭാരമുള്ള വേഫർ ക്രാഫ്റ്റുകളെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അയക്കുക എന്നതാണ്. ഇത് സാധ്യമാകുമ്പോൾ ഭൂമിയിലെ ആദ്യത്തെ ജീവിയെ നമുക്ക് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അയക്കാൻ സാധിക്കും. മിക്കവാറും റൗണ്ട് വേം കാറ്റഗറിയിൽ പെടുന്ന സി എലഗൻ എന്ന ജീവിയെ ആയിരിക്കും ആദ്യം ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് അയക്കാൻ പോവുക. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.